ഇതേതാ സ്ഥലം? ചേർത്തല. ചേർത്തലയോ? ആലപ്പുഴ എന്നല്ലേ നീ പറഞ്ഞത്? നീയാ ഈ നീ വിളി നിർത്തണമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു? ഇത് ശരിയാവില്ല. ആ, ഞാനത് ശ്രദ്ധിച്ചോളാം. ഐ എം സ്റ്റാർവിംഗ്. എനിക്കൊന്നും കഴിക്കണം. കഴിക്കാൻ ഇഡ്ലി, ദോശ, ചമ്മന്തി, സാമ്പാർ, ചിക്കൻ, മട്ടൻ, കട്ടൻ, ഫിഷ് ഫ്രൈ, ഫിഷ് മോളി, ഫിഷ് റോസ്റ്റ്, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, എഗ് ബിരിയാണി, വെജ് ബിരിയാണി, കരിമീൻ, നെയ്മീൻ, പൂമീൻ, നെയ്മീൻ, ചാളക്കറി, അയലക്കറി, ബീഫ്, പൊറോട്ട, ചപ്പാത്തി, മസാല വെച്ച് നേരത്തി, വട, പത്തിരി, ഉണ്ടമ്പര്, സവാളയുടെ സുഖയും മേൽപ്പറഞ്ഞ കടികളൊന്നും ഇവിടെ ഇല്ല. മെനു ഉണ്ടോ? ഇല്ല, അങ്ങനെയുള്ള ചീപ്പ് ഐറ്റംസ് ഒന്നും നമ്മൾ ഉണ്ടാക്കാറില്ലെന്ന്. അല്ല, മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? അപ്പം മുട്ടക്കറിയുണ്ട്, പുട്ടും കടലുണ്ട്. ആകെ ഈ 2 സാധനങ്ങളുള്ളോ? പിന്നെ അപ്പം കടലുണ്ട്, പുട്ടും മുട്ടക്കറിയുണ്ട്. എനിക്ക് പുട്ടും കടലേ മതി. ചേച്ചിക്ക് എന്താ വേണ്ടത്? The other one. അതല്ല ബണ്ണൊന്നും ഇടില്ല. ബണ്ണല്ല, No. മറ്റേ അപ്പം മുട്ടക്കറി. Yeah, that one. അവിടെ ഗ്ലാസ് കൊടുത്തേ. കടിയില്ലെന്ന് പറഞ്ഞിട്ട് നന്നേ മാന്തണ്ടല്ലോ. Oh, disgusting. എന്താ ഇത്? അപ്പം മുട്ടക്കറിയും പുട്ടും കടലും. ആ, അത് മനസ്സിലായി. ഈച്ചയൊക്കെ വന്നിരുന്ന ഭക്ഷണമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വിളമ്പുന്നേ. ഇത് ഞാൻ വളർത്തുന്ന ഈച്ചയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലെന്ന് പറഞ്ഞാൽ ഈച്ച അനുസരിക്കാനൊന്നും പോണില്ല. ഇവിടെയുള്ള എല്ലാവരും ഇതൊക്കെ കഴിക്കുന്നേ. ഇവിടെ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. Show me your hands. എന്താണ്? തന്റെ കൈയൊന്ന് കാണിക്കാൻ. ആ, എന്താ കുഴപ്പം? നല്ല സൂപ്പർ കൈയാണല്ലോ. ചേച്ചി കൈ നോക്കാൻ അറിയാമോ? ഈ കൈ കൊണ്ടാണോ താൻ ഇവിടുത്തെ സാധനങ്ങൾ എടുത്തുകൊണ്ടേ വെക്കുന്നേ? പിന്നല്ലാതെ? നഖൊന്ന് ക്ലീൻ ചെയ്തൂടെ? പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ. അതിനിടക്കല്ലേ കൈയുടെ നഖം വെട്ടാൻ പോണു. എനിക്ക് തന്റെ ഭക്ഷണം വേണ്ട. 5-8 ദിവസം ഞാൻ കുളിക്കാത്തതിന് ആർക്കും ഒരു പരാതിയില്ല. ഇപ്പൊ നഖം വെട്ടാത്തതിന്റെ പ്രശ്നം. താരം കഴിക്കാറില്ല. ഇത് കഴിക്ക്. രാവിലെ കുറ്റിമുറിച്ച് ഓരോന്നിങ്ങ് വന്നോളും മനുഷ്യനെ വെക്കെടുത്താനായിട്ട്. ഏയ്, ഇത് ഉടുത്തിട്ട് ശരിയാവുന്നില്ല. ഇതെന്താണിത്? മീൻ വിലയാ? ആ, ഒരു സാരി ഉടുക്കാൻ അറിഞ്ഞൂടെ? ബോസാണ് അത്രേ, ബോസ്. ചേച്ചി ഒന്നും കൊണ്ട് വരൂ. ഈ സാരി ഒന്ന് മര്യാദ കുടിപ്പിച്ചു കൊടുക്കും. yeah, come in. പറ്റൂട്ടോ? സോറി, ചെല്ലൂട്ടോ. ഇതൊന്ന് പിടിക്കേ. വാ. തലക്കിടിച്ച് കൊല്ലോ. ഭൂമി കാലൂത്തി. എത്രയാ? 150. 150? അതെ, 150. അപ്പൊ ഇതെനിക്ക് വിൽക്ക? എന്താണോ? അല്ല, അതെ എന്റെ ചേട്ടാ, ഒരു 2.5 കിലോമീറ്ററിന് 150 രൂപ. ആ, അതന്നെ ഞാനാ ഈ തല്ലിപ്പൊളി വഴികൂടെ ഓടി വന്ന എന്റെ വണ്ടിയുടെ ഷോക്ക് അബ്സോർബർ തന്നാക്കി തരുമോ? ഇല്ല, ആ പണി ആ, എനിക്കറിയാം. അപ്പൊ ചിലക്കാതെ മര്യാദയ്ക്ക് 150 രൂപ ഇങ്ങോട്ടെ. ഞങ്ങളുടെ ഷോക്ക് അബ്സോർവർ ലെവലായി. അതിന് ഞാൻ ചെയ്യാനാ ഈ വഴി ഇങ്ങനെ തല്ലിപ്പൊളിയായി കിടക്കുന്ന എന്റെ കുഴപ്പമാണോ? അത് ശരിയാ. ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞ മതി. ഞങ്ങളുടെ സർക്കാരിനെ പറഞ്ഞാലില്ല. അയ്യോ സോറി ചേട്ടാ, കമ്മ്യൂണിസ്റ്റാ? അതെ, ഞങ്ങൾ ഭരിക്കുമ്പോ മാത്രം എന്നെ എത്ര ചൊറിച്ചില്. മറ്റവന്മാര് ഭരിക്കുമ്പോ റോഡ് ഇങ്ങനെ തന്നെ കിടക്കുന്നുണ്ടല്ലോ. ക്ഷമിക്കണം, ഞാനിത് പത്രത്തിൽ വായിച്ചത് പറഞ്ഞതാ. അതെ, തന്നെ പോലുള്ള ബൂർഷുകൾ വായിക്കുന്ന പത്രത്തിന്റെ കുഴപ്പാ. അയ്യോ ചേട്ടൻ തെറ്റിദ്ധരിച്ചു. ഞാൻ അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗ. നിങ്ങൾ എന്നെ വേണ്ടുമ്പോഴേ കാണിക്കുന്ന എന്റെ ഓട്ടോറിക്ഷ വെട്ടി മറിച്ചിടാൻ നോക്കുക. പെണ്ണുപിള്ളയോ? വീട്ടിൽ പോയി പറയണോ? എന്താ പറഞ്ഞ? ചേട്ടാ കണ്ടാൽ അറിഞ്ഞൂടെ, പിന്നെ എന്തിനാ ചോദിക്കണേ? ഞാൻ മനു വർമ്മ. തനിക്ക് കണ്ടൂടെ ഞാൻ എന്താ ചെയ്യുന്നത്? നോക്കി നിൽക്കാതെ ഒന്ന് സഹായിച്ചൂടെ? അത് ശരി, ആജ്ഞാപിക്കുന്ന. ചേട്ടാ വിട്, ഞാൻ എടുത്തോളാം. ഒരുമാതിരി ബൂർഷുകളുടെ ധാർഷ്ട്യം ഞങ്ങളുടെ അടുത്ത് കാണിക്കരുത്. തലകൾ പോയാൽ ഞങ്ങൾക്ക് ഒരു മടിയില്ല, അറിയാലോ. ഈ താല്പര്യം നെല്ല് പോയി നെല്ല് കാണിച്ചതിന് കുട്ടനാട് എന്നെ രക്ഷപ്പെട്ടേനെ. എന്താ പറഞ്ഞേ? ലാൽ സലാം സഖാവേ. ആ. വിതക്കില്ല, കൊയ്യാൻ നടക്ക. അയ്യോ, വാ. വേണ്ട ബോട്ടിനകത്തുനിന്ന് ഒരു കരച്ചിലേട്ടല്ലോ. ആ, അത് ഞാൻ ഒരാളുടെ കാലിൽ ചവിട്ടിയതാ. അതെ, ഇങ്ങനെ താറാവ് നടക്കണ പോലെ നടന്നിട്ട് കാര്യമില്ല. 2 കിലോമീറ്ററോളം നടക്കാനുള്ളതാ. 2 കിലോമീറ്ററോ? ഇയാളല്ലേ പറഞ്ഞ ബോട്ട് ഇറങ്ങി 2 വളവ് കഴിഞ്ഞ അവിടെ എത്തുന്നു? അതെ, ഓരോ കിലോമീറ്റർ കഴിയുമ്പോ ഓരോ വളവുണ്ട്. 2 കിലോമീറ്റർ പെട്ടിയെല്ലാം ചുവന്നോണ്ട് നടക്കാൻ എന്നെ കൊണ്ട് വയ്യ. അതല്ല ഞാൻ ബോംബെന്ന് പറഞ്ഞത്. ഇതൊന്നും കെട്ടിയെന്നളിച്ച് ഇങ്ങോട്ട് വരണ്ടാന്ന്. ഒരു ടാക്സി വിളിച്ചാ പോരെ? എന്റെ വീടിന്റെ അടുത്ത് വണ്ടിയൊന്നും ചെല്ലില്ല. വണ്ടിയൊന്നും ചെല്ലാത്ത ഏത് പട്ടിക്കാട്ടിലാണോ തന്റെ വീട്? ദൈവമേ, ഏത് നേരത്താണോ ഈ കാട്ടുജാതിക്കാരനോട് ഇറങ്ങിപ്പോരാൻ തോന്നിയത്? അല്ല, അത് വഴിയല്ല, ഇത് വഴിയാ. ആ, എവിടെയെങ്കിലും എന്തെങ്കിലും കാണാം. ഭൂമി ഉരുണ്ടതല്ലേ. Wow, it's really beautiful. ഇതൊക്കെ എന്ത് ബ്യൂട്ടി. ബ്യൂട്ടിനെ കാണാൻ കിടക്കണേ ഉള്ളൂ. വാ, അല്ലെ ബാഗ് പിടിച്ചോണ്ട് നിൽക്കാനാണോ പ്ലാൻ? അതെ, ഭാര്യ ഭർത്താവായി അഭിനയിക്കുമ്പോ ഭാര്യയുടെ ലഗേജ് എടുക്കാൻ സഹായിക്കേണ്ടത് ഹസ്ബൻഡ് റെസ്പോൺസിബിലിറ്റിയാണ്. നോ 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 നോ, അതൊക്കെ അങ്ങ് ഓസ്ട്രേലിയയിൽ. ഇവിടെ കേരളത്തിൽ ഭാര്യമാരാണ് എല്ലാ ചുമടുകളും താങ്ങുന്നത്. ഇയാൾക്ക് 2 ബാഗിലുള്ളൂ.
രണ്ട് കുട്ടികളും കൂടി ഉണ്ടായിരുന്നെങ്കിലോ? ഒന്നിനെടുത്ത് ഒക്കത്തും വെക്കണം, മറ്റതിനെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് നടക്കണം. വാർത്താക്കന്മാരെന്ന് പറയുന്നവര് പട നയിക്കുന്ന വീരാളിയെ പോലെ ഇതാ ഇങ്ങനെ നടക്കണം. Come on, follow me. ഹേയ്, ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ട നിൽക്കും കുതിര. ഹേയ്, ഇതാണ് താറാക്കൂട്ടം. ഗ്രാമങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. ഇംഗ്ലീഷിൽ ഡക്ക് എന്ന് പറയും. ഓസ്, ഓസ്. ആഷ്. ഇതിനൊരു നാണല്ലേ? I can do it. I will do it. ഞാനെവിടെയാ? ഞാൻ പണ്ട് ഇങ്ങോട്ട് നടക്കാൻ ഇത്രയും ദൂരം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കായൽ വല്ലാണ്ട് വളർന്നു തോന്നുന്നു. Oh my God. ഇതാണോ തന്റെ വീട്? യാ. So you're rich? നോ, മൈ ഫാദർ ഇസ് റിച്ച്. എന്റെ പ്ലാനിലല്ല ഇത് പണിത്, മുത്തച്ഛന്റെ പ്ലാനാ. ഞാൻ ജനിക്കാൻ ലേറ്റ് ആയി പോയില്ലേ, ഒരു 300 വർഷം. അമ്മേ, ഞാൻ വന്നു. മോനെ, ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഏയ്, എന്റെ തലമുടിക്ക് എന്ത് പറ്റി? പശു നക്കിയതുപോലെ. അമ്മേ, ഇതെന്റെ ബോംബെ ഫാഷനാ. അമ്മേ, ഇതാണ് എന്റെ പ്രിയ. അല്ല, പ്രിയേ, ഇതാണ് എന്റെ അമ്മ. ഊഹ്, ഇതിലാരാണ് പ്രിയ? പ്രിയേ, ഇതാണ് എന്റെ അമ്മ. അയ്യോ മോളെ, തിരുവുള്ള കുട്ടി. ധാരാ മോനെ. പ്രിയ എന്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു അമ്മേ. എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇതും പോയാ? ഈശ്വര, പാവാട മഞ്ഞാണല്ലേ. Oh God. ദേ, നമ്മുടെ മോൻ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലെന്നുണ്ടോ? കേട്ട് അവന്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി അവന്റെ ഭാര്യ എന്നാ പറയുന്നേ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? അവന്റെ കല്യാണം കഴിഞ്ഞെന്ന്. എന്ത് സാരിയാണത്? ഇത്രയും ബാക്കിയുണ്ടാ? കട്ട് ചെയ്ത് കളഞ്ഞാലത് ശരിയാവുന്നില്ല. പച്ച ഇതെന്താ പാഞ്ചാലി വസ്ത്രശേപു? സാരി കണ്ടുപിടിച്ചവനെ തല്ലിക്കൊള്ളു. തനിക്കല്ലായിരുന്നു നിർബന്ധം എന്നെ കൊണ്ട് സാരി ഉടുപ്പിക്കാൻ. തന്നെ ഒരു പെണ്ണായിട്ട് കണ്ടോട്ടെന്ന് കരുതി പറഞ്ഞു പോയതാണേ. ഞാൻ പെണ്ണ് തന്നെയാ. എന്നാ പിന്നെ സ്വയം പറഞ്ഞെടുത്തോ. What's Nyori man? വാട്ട് ഈസ് ഞൊറി മാൻ? ഞൊറി എന്നെ കൂടെ പറയിക്കണ്ട. കണ്ടോ, ഇങ്ങനെ എടുത്ത് 1 ഇഞ്ച് ലൈൻ അടിച്ചേട്ടിയതാ? ലൈൻ അടിക്കുന്നത് എന്താ? പോസ്റ്റോ? പെങ്ങടെ മോനെ ഏത് നേരത്തിണ്ടായതാണോ? അളിയ മിലിറ്ററിയില്ല. ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ വരുന്നോണ്ട് ഇവന്റെ വിദ്യാഭ്യാസം ശരിയാവണില്ല എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നാക്കിയതാ ഗുണം പിടിക്കാൻ. എവിടെ നന്നാവുന്നില്ലെന്നേ. എന്തായാലും സൂപ്പർ സെലക്ഷൻ ആട്ടോ. പക്ഷേ ഹൈറ്റ് അല്പം കുഴപ്പമുണ്ടല്ലോ. എന്താടാ മരത്തവളെ? ആരുടെ ഹൈറ്റാണ് നീ പറഞ്ഞ? കേറിപ്പോടാ. അതോടാ ഹൈറ്റ് പിടിച്ചേക്ക് തരാം. A car? You bloody cheat! വണ്ടി അല്ലാതെ പിന്നെ ഇത് എന്താടോ? എന്നെ കൊണ്ട് നാട് മുഴുവൻ പെട്ടിയും ചോപ്പിച്ചിട്ട്. എന്റെ വീട്ടിൽ വണ്ടി വന്നു. അമ്മമ്മേ, ഞാൻ ചെല്ലുമ്പോ പനംകുളി ചേച്ചിയുടെ സാരി വിളിച്ചു വരുമായിരുന്നു. എന്റെ ഭഗവാനെ, ഇനി ഞാൻ എന്തെല്ലാം കാണണോവോ. പിന്നെ ഞാൻ ഇറങ്ങാ. എന്താ ഞാൻ ചെയ്യാ? തോറ്റു. എനിക്ക് ഇതായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. വെച്ചോളൂ. അയ്യോ, എന്റെ ദൈവമേ. ഇങ്ങനെയിട്ട ഗുജറാത്തി സ്റ്റൈൽ. അമ്മേ, പ്രിയ വരണ വഴിക്ക് വെള്ളത്തിൽ വീണ് ഉടുത്ത സാരിയൊക്കെ പോയി അല്ലേ? അമ്മേ,
പ്രിയ ആദ്യമായിട്ട് ഈ കുട്ടനാട്ടില് അപ്പൊ ഈ പ്രകൃതി ഭംഗിയൊക്കെ നടന്നു തന്നെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോ പിന്നെ ഈ ബാഗ് മുഴുവൻ ചുമന്നുണ്ടല്ലേ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നേ. അമ്മ പ്രിയക്ക് ഡ്രസ്സ് മാറാനെന്ന് അത്തേക്ക് എന്നെ വിശ്വസിച്ചിറങ്ങി വന്ന പാവം കുട്ടിയല്ലേ അമ്മ. ഇങ്ങനെ ഒരു അവസ്ഥയില് അമ്മയും ഒരു സ്ത്രീയല്ലേ, മനസ്സിലാവൂല്ലോ അമ്മ. കേറിക്കോ വഴി മാറിയിട്ടുണ്ട്. അകത്തേക്ക് കയറി പിന്നെ പുറത്തേക്ക് ഇറങ്ങല്ലേ. ആ അമ്മയെ കൊണ്ടിട്ട് അമ്മാന്റെ റൂം അടിച്ചു കൊടുത്തേ. വരുന്നേ, ഞാൻ അമ്മയ്ക്ക് എന്തോ വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. ഞാൻ അമ്മായിന്ന് വിളിക്കണോ അതോ ചേച്ചിന്ന് വിളിക്കണോ? ചേച്ചിന്ന് വിളിച്ചാ മതി. അല്ലേലും ചേച്ചിയെ കണ്ടിട്ട് അമ്മായിന്നൊന്നും വിളിക്കാൻ തോന്നില്ല. എന്താ ഇയാളുടെ പേര്? രാഹുൽ. ഇവൻ ശരിയല്ല. മനുങ്ങൾ വന്നിട്ടുണ്ട്. കൂടെ ഒരു ഭാര്യയുണ്ട്. ഭാര്യയോ? മനുങ്ങള് കല്യാണം കഴിച്ചു. എന്റെ ദേവി, ഞാൻ എന്താ ഈ കേക്കണത്? കൂടെയുള്ളത് ഭാര്യയാണെന്ന് അവൻ പറഞ്ഞു. പറയും ചെയ്തു. ഇവിടെ നിന്നാ ചേച്ചിയുടെ സാരി അടിച്ചു. ശിവ ശിവ, മുത്തശ്ശി ഇപ്പഴും ജീവിച്ചിരിക്കട്ടെ കള്ളി. വിടണ എന്നെ. നീ എന്നോട് മിണ്ടണ്ട. നിന്റെ എല്ലാ തോന്നിയാസനും കൂട്ടുന്ന ഞങ്ങളോട് തന്നെ നീ ഇത് കാണിക്കണം. നിന്റെ അച്ഛൻ പറയുന്നത് ശരി. നീ ഒരിക്കലും നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. മുത്തശ്ശി ഇങ്ങനെയൊന്നും പറയരുത്. ഒരു കല്യാണം കഴിച്ചാണോ ഞാൻ ചെയ്ത തെറ്റ്? 2 കൊല്ലം മുമ്പ് നിങ്ങൾ രണ്ടാളും കൂടി എന്നെ പിടിച്ച് കെട്ടിക്കാൻ നോക്കിയതല്ലേ? അതുപോലെയാണോടാ ഇത്? സ്വന്തം വീട്ടുകാരെ ഒന്നും അറിയിക്കാതെ കല്യാണം കഴിച്ചത് ഏതച്ഛനും അമ്മയെ സഹിക്കുക? നീ എന്ത് പറഞ്ഞടാ ബോംബെക്ക് പോയത്? എഞ്ചിനീയറിംഗ് പാസ്സായ നിനക്ക് ജോലിക്ക് പോണം, വിദേശത്ത് പോണം, നിന്റെ ഈ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടേ ഇനി തിരിച്ചു വരൂ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? എന്നിട്ടിപ്പോ ഹൈ, നിങ്ങളുടെ പറച്ചിൽ കേട്ടാത്തൊന്നും ഞാൻ ഏതാണ്ട് ജോലിയൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് വന്നേക്കാന്ന്. സത്യം പറഞ്ഞാൽ ഈ കല്യാണം കൊണ്ട് ഏറ്റവും ഗുണമുണ്ടായിരിക്കണം എന്റെ കരിയറിനാണ്. ലക്ഷ്മി, ഓ ആ തേങ്ങ ഇട്ട് കഴിഞ്ഞോ? ആ 4 മണിക്ക് മുമ്പേ തീർന്നു. ദാ കൂട്ടിയിട്ടിരിക്കുന്നു. കായ്ഫലം കുറവാ, കുറെ പേടും ഉണ്ടായിരുന്നു. അപ്പൊ മണ്ണും ചതിക്കും. വന്നത് ഇനി തുടങ്ങണോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ കല്യാണം കൊണ്ട് ഏറ്റവും അധികം ഗുണം എന്റെ ജോലിക്കാ. ചിലരൊക്കെ കാരണം എന്റെ 7-8 വർഷമാണ് നഷ്ടമായത്. അതുകൊണ്ട് തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഈ കല്യാണം വഴി 3-4 വർഷം കൊണ്ട് കിട്ടേണ്ട പ്രമോഷൻ ഞാൻ വെറും 3-4 മാസം കൊണ്ട് നേടിയെടുക്കും. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഞാനൊരു എടുത്തുകാട്ടക്കാരനും പക്വതയില്ലാത്തവനുമാണെന്ന്. എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഇനി നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. നിങ്ങളുടെ മോനെ ഞാനുണ്ടല്ലോ പറഞ്ഞോണ്ട് മാത്രം വെറുതെ വിടുക. എന്റെ അമ്മ പ്രിയ ജനിച്ചത് കേരളത്തിലാ. 10-12 വയസ്സ് വരെ പഠിച്ചത് ഇവിടെയാ. അതിനുശേഷമാണ് അവർ ഓസ്ട്രേലിയയിലേക്ക് പോയത്. പശുവല്ലേ കരയുന്നത്? ആ, അമ്മ ഇന്നുവരെ ഒരു പശുവിനെ കറന്നുണ്ടോ? മുത്തശ്ശി കറന്നുണ്ടോ? കറക്കാൻ അറിയൂ, പക്ഷെ പ്രിയക്കറിയാം, കറന്നിട്ടുണ്ട്. ആ കുട്ടിക്ക് ഓസ്ട്രേലിയയിൽ പശുക്കറവായിരുന്നു ജോലി. ഒരു തമാശക്കാരി കോമഡി അന്നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഉടനെ ഇങ്ങനെ ഒരു തിരിച്ചുവരവ് ഞാൻ ആഗ്രഹിച്ചല്ല. ഓ ഗ്രേറ്റ്, ദീസ് വർ യുവർ ബ്രില്യന്റ് ഐഡിയാസ്. അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് വന്നതല്ലോ. അങ്ങോട്ടൊന്നും പറഞ്ഞതല്ല, ഞാൻ സ്വയം പറഞ്ഞു പോയതാ. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാം. താനിനിയും കുളിക്കാൻ പോവാ? മനുങ്ങളിലും ചേച്ചിനെ വിളിക്കുന്നില്ലേ? വിളിച്ചില്ലെങ്കിൽ മോശമല്ലേ? ആ കുട്ടി എന്ത് പഴിച്ചു? മോൻ പോയി അവരെ വിളിച്ചോണ്ട് വന്നു. അതെ, ആ കുട്ടിയോട് ഞാനൊന്നും സംസാരിക്കില്ല, സംസാരിക്കാൻ താല്പര്യമില്ല. പിന്നെ ഞാനൊന്നും മിണ്ടിയില്ലെന്ന് പറഞ്ഞ് എന്നോട് വഴക്കിന് വരരുത്. കുട്ടി ഇരുന്നോളൂ. താങ്ക് യു. മുത്തശ്ശി, ഇത് പ്രിയ. അച്ഛാ, ഇതാണ് പ്രിയ. പ്രിയ, ഇതാണ് അച്ഛൻ. മനുവിന്റെ അച്ഛൻ? അതെ, കണ്ടാ തോന്നൂലേ? ഇല്ല. ഈ സോ യങ് ലുക്കിംഗ്. എൽഡർ ബ്രദർ ആണെന്നേ പറയുള്ളൂ. പക്ഷേ നല്ല പ്രായമുണ്ട്. ഫുൾ ഡൈയ. ഇവന്റെ അബൂബന്. കുട്ടിയുടെ പേരൻസ് ഒക്കെ എവിടെയാ? അവരൊക്കെ ഓസ്ട്രേലിയയിലാ. വെറുതെ മനുങ്ങൾ ചാടി വീണത്. കുട്ടിയുടെ പേരൻസ് ഇവനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഭാഗ്യം. കുട്ടി കഴിക്കുന്നില്ലേ? ആക്ച്വലി എനിക്കൊരു സ്പൂൺ വേണമായിരുന്നു.
ആ അച്ചാറിലുള്ള സ്പൂൺ എടുത്തോളൂ. ഓ ഓക്കെ താങ്ക് യു. ചേച്ചി എപ്പോഴും സ്പൂൺ ഉപയോഗിച്ചാ കഴിക്കുന്നേ? ആക്ച്വലി നിങ്ങളുടെ ലവ് എപ്പോഴാ തുടങ്ങിയത്? നീ മുളക് അടിച്ചാ? ഇല്ല, ഒരു പട്ടി കടിച്ചതാ. ഡാ, മിണ്ടായിരുന്നു ഭക്ഷണം കഴിക്കടാ. നിന്റെ കഴിച്ചു കഴിഞ്ഞോ? അല്ല അതെ, എന്താ ഇവിടെ കിടക്കണേ? എന്നോട് ഇവിടെ കിടക്കാനാ പറഞ്ഞ. ആരി? ഇയാളുടെ അമ്മ. ആണാ? അമ്മ ഉദ്ദേശിച്ചതേ ഈ മുറി കിടക്കാനാ. ഈ കിടക്ക എന്റെയാണേ. ഞാനാണ് ഇവിടെ കിടക്കുന്നത്. മര്യാദക്ക് ഇറങ്ങി താഴെ കിടന്നേ. താഴെ കിടക്കാനോ? ഞാനോ? ഐ എം യുവർ ബോസ്, അത് മറക്കണ്ട. ഹലോ, അതൊക്കെ അങ്ങ് ഓഫീസില്. ഇതെന്റെ വീട്, എന്റെ മുറി, എന്റെ കട്ടില്. ഇവിടെ ഞാനാണ് ബോസ്. താഴേക്ക് ഇറങ്ങി കിടന്നേ. ഓടാന്നാ എന്നിട്ട് അന്തസ്സായിട്ട് കിടക്കണ. യു ബ്ലഡി പെർവേർട്ട്. ഇതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? ഇതിനു വേണ്ടിയാണല്ലേ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്? നിന്റെ ഓരോ ഉദ്ദേശവും എന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. ഇഫ് യു ടച്ച് മീ ഐ വിൽ കിൽ യു. ടച്ചാൻ പറ്റിയൊരു കോലം. എന്റെ കിടക്കല് എന്ത് കിടന്നാലും ഞാൻ പിടിക്കും. അത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഈ ഏരിയ മാറിയുന്നു. വേണമെങ്കിൽ ഇതെടുത്ത് താഴെ വിരിച്ച് കിടക്കും. പോയി കിടക്കും മാഡം. എന്ത് രസം, എന്ത് സുഖം. എന്റെ കിടക്ക ബഹുവർണം. സുരേഷ് തിരിഞ്ഞു നോക്കി. മുറ്റത്തൊരുമായി ബോസ്. സന്തോഷകരമായ ഉല്ലാസ ജീവിതത്തിന് കിടക്കാനും ഇരിക്കാനും തലകുത്തി മറിയാനുമുള്ള വേളകൾ ആഘോഷകരമാക്കാൻ വെൽക്കം ടു മനൂസ് മൾട്ടിപർപ്പസ് ബെഡ്. തറയിൽ കിടക്കുന്നവർക്കും പങ്കെടുക്കാം. ആഹാ, എന്തൊരു അനുഭൂതി. നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. ഓഫീസിൽ ഞാൻ ആരോടും പറയില്ല. സോറി. എന്താടാ എവിടുത്തെ മര്യാദയാണത്? വാതിൽ മുട്ടാതാണ് കേറി വരുന്നത്. നിങ്ങളോട് ഉണ്ടാവുന്ന ഞാൻ ഓർത്തില്ല. മനോങ്ങളില്ലാത്തപ്പോ ഞാൻ ഈ റൂമിലിരുന്നാ പഠിക്കുന്നേ. ഓ ആണോ? എന്നാ പോക്കോ പോക്കോ പോക്കോ. ഭാര്യ ഭർത്താവ് കട്ടില്ല. പ്രിയചന്ദ്രൻ നിലത്ത് കിടക്കുന്നേ. ഇതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. സത്യം പറ, നീ ഞങ്ങളുടെ റൂമിൽ ഒളിഞ്ഞു നോക്കാൻ വന്നതല്ലേ? പിന്നെ മുറിയുടെ വാതിൽ തുറന്നു വന്നിട്ടല്ലേ ഒളിഞ്ഞു നോക്കുന്നേ? നീ കിടന്നതിന് ഉരുളൊന്നും വേണ്ട. ഞാനിപ്പോ എല്ലാരും വിളിച്ച് പറയാൻ പോവാ. കണ്ട അവൻ പതർന്നണ്ട. അമ്മമ്മേ ഓടി വരണേ. നീ സീൻ കാണാൻ വന്ന വിവരം ഞാൻ വിളിച്ച് പറയട്ടോ. അതിന് ഞാനൊന്നും കണ്ടില്ലല്ലോ. അത് പിന്നെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ കടക്കാൻ തുടങ്ങിയായിരുന്നു അല്ലേ? അതിന് താഴെ വെള്ളം കിടന്നോണ്ട് എന്തോന്ന് സീൻ. നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? എന്താടാ, എന്തു പറ്റി? ദേ നോക്കിക്കേ ചേച്ചി താഴെ കിടക്കുന്നേ. എന്തിനാ കുട്ടി നിലത്ത് കിടക്കുന്നത്? അത് പ്രിയക്ക് ഭയങ്കര നടുവേദന. അതിന് നിലത്ത് കിടന്ന മാറുമെന്ന് കുട്ടിയോട് ആരാ പറഞ്ഞു? ഞാനാ പറഞ്ഞമ്മ. കഷ്ടം. അറിയാൻ മേലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കണം. അതെങ്ങനെ? എല്ലാം അറിയാന്നല്ലേ ഭാവം. ഇങ്ങനെ കിടന്ന നിലത്തെ തണുപ്പടിച്ച് നടുവേദന കൂടത്തല്ലേ ഉള്ളൂ. അതിനൊരു പലകയിട്ട് വേണം കിടക്കാൻ. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇതൊക്കെ ഇപ്പൊ ആദ്യരാത്രി എവിടെ നിന്നിട്ടാണ് ഈ പലക? ഇത് പലക കെട്ടില്ലല്ലേ, ആ ബെഡൊക്കെ മാറ്റിയാ പോരെ? അത് ശരിയാണല്ലോ. ശരിയാ. കിടത്തിണ്ട് നീ ഇവിടുന്ന് പുറത്തേക്ക് വരുമല്ലോ. പുറത്തേക്ക് വലിച്ചെടുക്കാം അമ്മമ്മ ബെഡ്. കാഞ്ഞിരത്തിന്റെ പലകയാ, നടുവേദനയ്ക്ക് നല്ലതാ. ഇനി നിങ്ങൾ ഇവിടെ കിടന്നു. അമ്മ എനിക്ക് നടുവേനൊന്നുമില്ല, ഞാൻ ബെഡിൽ കിടന്നോളാം. വേണ്ട വേണ്ട, ഭാര്യയ്ക്ക് വേണ്ടി കുറച്ചൊക്കെ സഹിക്കും. വട. ശരി അമ്മേ. ഗുഡ് നൈറ്റ് അമ്മ. ഗുഡ് നൈറ്റ്. അങ്ങനെ കിടക്ക വീണ്ടും എന്റെ കയ്യിൽ. വെൽക്കം ബാക്ക് ടു മനൂസ് മൾട്ടിപർപ്പസ് ബെഡ്. എന്ത് സുഖം, എന്ത് രസം. മര്യാദ കട്ടിൽ കിടന്നേ. ഇല്ല, ഇത് എന്റെ ബെഡാണത്. നിന്റെ വീട്, നിന്റെ മുറി, നിന്റെ കട്ടിൽ. നീ കയറി കിടക്ക്. എന്റെ ബെഡിൽ കിടന്ന ഞാൻ അപ്പ പിടിക്കും. എങ്കിലും ഇവിടെ കൊല നടക്കും. കൊലയോ? അത്രക്കായോ? Why this
കൊലവറിടി. എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. എന്റെ മണിമാളിയെ പുറത്തമ്മേ കിഴക്കാവിലമ്മേ, എന്റെ കുലദൈവങ്ങളെ കാത്തോളണേ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി, നീ അനുഭവിക്കും. നിന്നെ നാളെ മുതൽ ഞാൻ കരയിപ്പിക്കും. അലറി അലറി കരയിപ്പിക്കും. ഇതൊന്നും കാണാനുള്ള യോഗ എനിക്കില്ലാതായി പോയല്ലോടാ. അതെ അതെ, അണ്ണൻ എന്റെ ടെൻഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. അവളോ എന്റെ വീട്ടുകാരോ സത്യം അറിഞ്ഞ അതോടെ നിന്റെ കാര്യത്തിന് ഒരു തീരുമാനമാകും. ആരെന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ച കാണാൻ നല്ല രസമല്ലേ? നീ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിന്റെ പ്രവർത്തികൾ കണ്ടാൽ ആ പിശാചിന് തോന്നണം നീ അവളെ വീട്ടുകാരുമായി അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവർ ജന്മ തടുക്കാനും പാടില്ല. പറഞ്ഞപ്പോ എത്ര പെട്ടെന്ന് തീർന്നല്ലേ? അനിയ, ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയുക. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും. ഓൾ ദ ബെസ്റ്റ്. പണി തുടങ്ങിക്കോ. ഇന്നത്തോടെ നിന്റെ കളി ഞാൻ അവസാനിപ്പിക്കൂടാ പെങ്ങടാ മോനെ. പറഞ്ഞു അത് ഞാനോടും പറയാൻ നിൽക്കണ്ട കേട്ടോ, മനസ്സിൽ വെച്ചോ. എന്താ ആരടത്? എന്റെ ഗേൾഫ്രണ്ട് യമിനി, ഇത് മനു അങ്കിൾ. ഞാൻ പറഞ്ഞില്ലേ ആ ഓസ്ട്രേലിയക്കാരി ചേച്ചി അടിച്ചോന്നൊരു അങ്കിളിന്റെ കാര്യം, ഇതാണ് ആ പുള്ളി. അങ്ങനെയൊന്നുമില്ല, ടൈം പാസ്. ആന്റിയോടെ അന്വേഷണം അറിയിക്കണം കേട്ടോ അങ്കിൾ. പോട്ടെ രാഹുൽ അങ്കിൾ. യാമിനി, നാളെ ഇതേ സമയം ഇതേ സ്ഥലം. ഓക്കെ, അത് ശരി. അപ്പൊ ഇത് സ്ഥിരം കലാപരിപാടിയാണല്ലേ? എന്ത് ഈ സൊള്ളല്? ഞങ്ങളൊന്നും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതിലെന്താ എത്ര തെറ്റ്? അത് ശരി. ഇത് ഞാൻ വീട്ടിലെല്ലാരോടും പറയാൻ പോവാ. ഓ, അത്രേ ഉള്ളോ? പറഞ്ഞോ. ഈശ്വര, ഇതാണ് ന്യൂ ജനറേഷൻ. എന്തുവാ മനുങ്ങൾ, എന്താ വേണ്ടേ? നീ പേടിക്കണം. അത്രേ ഉള്ളോ? ഇത്ര മതിയോ? വേണ്ട വേണ്ട വേണ്ട, നിർത്ത്. എന്താ കുളത്തിൽ? നമ്മുടെ കുളത്തില് എന്താണാവോ? ജലകന്യക. അയ്യോ പ്രിയ. ഓടാ വീട്ടില്. എടാ, ഇവിടെ നടന്ന പുകിലൊന്നും നീ അറിഞ്ഞില്ലേ? എന്താ എന്തുപറ്റി? മരുമകള് അടിവസ്ത്രട്ടോണ്ട് കുളത്തിച്ചാടി. അത് കാണാൻ നാട്ടുകാർ മുഴുവൻ കുളത്തിന്റെ ചുറ്റും. മുത്തശ്ശി, അതിന്റെ പേര് സ്വിമ്മിംഗ് സൂട്ട് എന്നാ. നീ ഒന്നും മിണ്ടാതിരിക്കണ്ട ചക്ക. പേരിലെന്തിരിക്കണോ? കാണാനുള്ളതൊക്കെ നാട്ടുകാർ കണ്ടു. കോണം മാതിരി ഒരു സാധനം കൊടുത്തുകൊണ്ട് വൃത്തികേട്. അയ്യേ, വൃത്തികേടൊന്നുമില്ലായിരുന്നു. ചേച്ചിക്ക് നല്ല ഷേപ്പുള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു കാണാൻ. വൃത്തികേട് പറയണ്ട, കേറി പോടാത്ത. നീ എന്താ ഒന്നും മിണ്ടാത്തത്? മൗനവ്രതത്തിലാ? നീയല്ലേ ഈ വീട്ടിലെ കാരണവര്? എട്ടും പൊട്ടും തിരിയാത്തോണ്ട വായെന്ന് വന്നത് കേട്ടില്ലേ? ഇവനൊക്കെ വലുതായ എന്താവും? എന്താവാൻ? വേരിന് വളം വെക്കാതെ തലയ്ക്ക് വളം വെച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഞാൻ ഇനി ഒരുത്തനെ നന്നാക്കാൻ ശ്രമിക്കുന്നില്ല. ഒന്ന് വേഗം വരണട്ടോ. നമ്മളിങ്ങോട്ടാ പോന്നേ? ഇവിടെ അടുത്ത് സൺസെറ്റ് കാണാൻ. സൺസെറ്റ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ, പക്ഷെ ഇത് കുട്ടനാടൻ സൺസെറ്റാ. ഇതിനെന്താ ഇത്ര പ്രത്യേകത? അത് പിന്നെ സാധാരണ സൺസെറ്റ് കടലിലല്ലേ, ഇത് തോട്ടില്ല. തോട്ടിലോ സൺസെറ്റോ? അതെന്താന്ന് വെച്ചാല് 3 തോടുകള് കായലിൽ വന്ന് ചേരും. അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള സൺസെറ്റ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാ. സൂര്യൻ അവിടെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു. സൂര്യൻ ബെനിനൊക്കെ ഇട്ട് വർക്ക് തുടങ്ങിയല്ലോ. എനിക്ക് ഇവിടുത്തെ സ്ത്രീകളെ കുറിച്ച് നോക്കുമ്പോൾ സങ്കടമുള്ളൂ. ഒരു പ്രതികരണശേഷി ഇല്ലാത്തവരാ. ആരും അവരെ സഹായിക്കാനും ഇല്ല. എന്ത് പറ്റി? ലേസ് അഴിഞ്ഞതാ. നടന്നോളൂ. അയ്യേ, ഇവനും പേടിച്ച. ഇവനൊക്കെന്ത് റൗഡി കഞ്ഞി. ഇന്നത്തോടെ ഇവളുടെ ആണുങ്ങളോടുള്ള മെക്കിട്ടേറ്റ് ദിക്കും. ഈശ്വര, കാര്യങ്ങൾ കൈവിട്ടു പോവാ.
ക്ഷമിക്കണ ചേട്ടാ, ഒന്നും ചെയ്യല്ലേ. ആളറിയാണ്ട് അബദ്ധം പറ്റിയതാ. പിടിച്ചോണ്ട് പോടാ. ഓ ആയിക്കോട്ടെ, ഇപ്പൊ തന്നെ എടുത്തോണ്ട് പോകാം. അയ്യോ, എല്ലാം കയ്യിൽ പോയി. ഇനി പിടിച്ചിങ്ങനെ ഇടിച്ചോ. അയ്യോ, എന്നല്ല ഇപ്പുറത്തൊന്ന് ഇടിക്ക്. ഇടിച്ചോ. അയ്യോ, ഇപ്പുറത്ത് വാ. അയ്യോ, അയ്യോ. ഇതെന്താ ജുറാസിക് പാർക്കോ? കഷ്ടമുണ്ട് ട്ടാ. അയ്യോ, നീ ആരടി എന്റെ കെട്ടിനെ തല്ലേ? തൂക്കി എടുത്ത് അറിയാട്ടോ രണ്ടിനെ. വല്ല കാര്യം ഉണ്ടായിരുന്ന മുത്തശ്ശി. നീയോ? മുത്തശ്ശിയോടെ നിനക്ക് ചൂട് പിടിച്ചു തരാൻ ഞാൻ അവനോട് പറഞ്ഞത്. എന്റെ മുത്തശ്ശി, ഇവൻ ചെയ്ത് ശരിയാവില്ല. ഇവനിതൊന്നും അറിഞ്ഞൂടാ. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നേ. മോൾ ഇതങ്ങ് കുടിച്ചേ, ഉള്ളിലുള്ള ചതവൊക്കെ പോട്ടെ. നീയും അല്പം കുടിച്ചോ. എനിക്ക് ചതവ് അകത്തല്ല, പുറത്താ. ഇതിനിടെ ചില വ്യക്തിപരമായ കണക്കുകളും തീർത്തോന്നൊരു സംശയം. എന്നാലും നിങ്ങൾ എന്തിനാ ആ ഭാഗത്തേക്ക് പോയത്? സൺസെറ്റ് കാണിക്കാൻ കൊണ്ടുപോയതാ. സൂര്യാസ്തമയം കാണാൻ എന്തിനാ അങ്ങോട്ട് പോയത്? ഈ വീടിന്റെ മുന്നിൽ നിന്നാ കാണാലോ. മോൾ ഈ സൂര്യാസ്തമയം ഇതുവരെ കണ്ടിട്ടില്ലേ? മുത്തശ്ശി, എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് പോയതല്ല. അവിടെയും കണ്ട് നിന്ന സൂര്യൻ തോട്ടിലേക്ക് പോകുന്നത് കാണാന്നും പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയതാ. എന്നിട്ട് തോട്ടിപ്പോയത് നിങ്ങളും. എന്നാലും ആ കാലമാടൻ ഇവനോട് ചെയ്തു പോട്ടെ. ഒരു പെൺകുട്ടിയാണെന്നുള്ള പരിഗണന പോലും ഈ കുട്ടിയോട് കാണിച്ചില്ലല്ലോ. അത് ശരി. അപ്പൊ എന്നെ തല്ലേന് ഒരു കുഴപ്പമില്ലല്ലേ? എടാ, നീ ഒരു ആണല്ലേ? അതെന്താ? ആണുങ്ങൾക്ക് തല്ലുണ്ട വേനെടുക്കൂലേ? എടാ, തല്ല് വാങ്ങുന്നവനല്ല, തല്ല് കൊടുക്കുന്നവനാണ്. നിനക്ക് തെക്കേപ്പുരയ്ക്കൽ പ്രഭാകരവർമ്മയുടെ മകനാന്ന് പറഞ്ഞൂടായിരുന്നോ? ഒരു മിനിറ്റ് അമ്മേ. ഇടി കൊള്ളുന്നവന്റെ വായിന്ന് കൊച്ചു കൊച്ചു വാക്യങ്ങളെ വരൂ. അയ്യോ അമ്മേ, ഇടിക്കല്ലേ, വേണ്ട. അല്ലാതെ ഞാൻ തെക്കേപ്പുരയ്ക്കൽ പ്രഭാകരവർമ്മയുടെ മകനാണ് എന്ന് പറയാനുള്ള ഗ്യാപ്പൊന്നും ഇടിക്കണം തരില്ലമ്മേ. എന്തായാലും വാസുവിനെ ഞാൻ വെറുതെ വിടില്ല. അമ്മേ, അച്ഛൻ കോട്ടയത്ത് നിന്ന് വരുമ്പോ കുറച്ച് ഗുണ്ടകളോടി കൊണ്ടുവരാൻ പറയണം. എന്തിനാ? എനിക്ക് പ്രതികാരം ചെയ്യാൻ. നീ ഇനി ഒന്നിനും പോകണ്ട. വരുന്ന വഴിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി പരാതി കൊടുക്കാൻ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മുത്തശ്ശി, കേസുണ്ടെന്നൊരു കാര്യമില്ല. വാസുവിന് ജയിലില് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ഭാര്യ വീട് പോലെയാ. ആ SIക്ക് കുറച്ച് കൈക്കൂലി എടുത്തിട്ട് നന്നിട്ട് ഇടിക്കാൻ പറയണം. ഒരു മാസമെങ്കിലും അവന് ആശുപത്രി കിടക്കണം. അവൻ വന്നു തോന്നുന്നു. ആര്? വാസുവോ? അല്ലടാ, നിന്റെ അച്ഛൻ. ഓ, ഇവിടത്തെ വാസു. ഏ? ഓടി. ഓ, എന്നെ അങ്ങോട്ട് കൊല്ല്. നാട്ടിലോടി വീട്ടിലോടി.